ഈ പാതിരാത്രിയിലും ഈ വിദ്യാലയത്തിൽ അധ്യാപകർ ഈ ക്യാമ്പിനകത്ത് ഇവിടെ നിൽക്കുന്നു എന്നത് വളരെയധികം ഒരു നമുക്കെല്ലാവർക്കും ഒരു അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ ക്യാമ്പിൻ്റെ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ എല്ലാം നൽകിക്കൊണ്ട് ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ ഇവിടെ ഉണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം ഒരുക്കി അധ്യാപകർ ഇവിടെ ഉണ്ട്. നിരവധിയായിട്ടുള്ള നമുക്കാണ് ഇപ്പോൾ സ്റ്റാഫ് റൂമാണ്. ഈ സ്റ്റാഫ് റൂമിൽ ഇതിനു മുമ്പ് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നിട്ടുള്ളൊരവസ്ഥ പാതിരാത്രിയിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ നൈറ്റ് ക്ലാസ്സൊക്കെ വെക്കുന്നൊരു ഘട്ടത്തിൽ മാത്രം ഇതൊരു ദുരന്ത സാഹചര്യത്തിൽ ഇങ്ങനെ അല്ലേ സാർ? ഇല്ല, ഇങ്ങനെ ഇരിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. പണ്ട് പുത്തുമല ദുരന്തം ഉണ്ടായിരുന്നപ്പോൾ ആണ് ഞങ്ങളിങ്ങനെ കാര്യമായിട്ട് ഇടപെടൽ നടത്തിയത്. പക്ഷേ ഇപ്പം അതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത്. തീർച്ചയായും സമൂഹം ഇത്തരത്തിലൊരു ദുരന്തമൊത്ത് നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഇവരോടൊപ്പം ഇവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഞങ്ങളുടെ സീനിയർ അധ്യാപകനായിട്ടുള്ള വിപിൻ സാറുണ്ട്, ഹയർ സെക്കൻഡറിയിലെ സീനിയർ അധ്യാപകനായിട്ടുള്ള സതീശൻ മാഷ് ഉൾപ്പെടെയുള്ളവർ ഞങ്ങളെല്ലാവരും ഇവിടെ കൂടിച്ചേർന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ്. ഈ അധ്യാപകർ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. ക്യാമ്പിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സജ്ജീകരണം, അവരുടെ ഓരോ ആവശ്യങ്ങളും കൃത്യമായ തോതിൽ പരിഹരിക്കുക എന്നുള്ളത് കൂടിയാണ്. അതായത് ഒരു ദുരന്തത്തിൻ്റെ ഭാഗമായി ഇവിടത്തേക്ക് എത്തുന്നവർ എല്ലാം നഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിലെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് അവരുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിലേക്ക് എത്തുന്നവർ അവരുടെ ഏതെങ്കിലും ഒരു ചെറിയ ആവശ്യത്തിന് അല്ലെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള ആവശ്യമാണെന്ന് കരുതി തള്ളിക്കളയുകയല്ല, ആ ആവശ്യങ്ങൾ പോലും പരിഹരിച്ചുകൊണ്ട് അത് അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം പലപ്പോഴായി നമ്മുടെ എല്ലാ ക്യാമ്പുകളിലും കാണുന്നതാണ്. അത് തന്നെ ഈ ക്യാമ്പുകളിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ അധ്യാപകരാണ് ഈ പാതിരാത്രിയിലും ഉറക്കം അടച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊരു വളരെയധികം പല ഘട്ടങ്ങളിലായി അതൊരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കൂടിയാണ്. കാരണം നമ്മൾ നേരത്തെ ബിനിൽ സൂചിപ്പിച്ചു, ഷിരൂരിലൊക്കെ രക്ഷാദൗത്യത്തിൻ്റെ കഴിഞ്ഞ ഒരാഴ്ചയെ നമ്മൾ ഷിരൂരിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകുന്നേരം 4 മണിയാകുമ്പോഴത്തേക്കും ഈ രക്ഷാദൗത്യമെല്ലാം അവസാനിപ്പിച്ച് മടങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അതെല്ലാം മറന്നുകൊണ്ട് പാതിരാത്രിയിലും അല്ലെങ്കിൽ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും, അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, ഫയർഫോഴ്സോ അല്ലെങ്കിൽ നേവിയോ NDRFോ പോലീസോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ മാത്രമല്ല, ഏതൊക്കെ വിഭാഗങ്ങളാണോ ഇതിൽ ചേർന്ന് പ്രവർത്തിക്കേണ്ടത് അവരെല്ലാവരും ഒരുപോലെ ഒരു മനസ്സോടുകൂടി ഒരു നാടിൻ്റെ മുന്നോട്ട് പോക്കിന് അതിജീവനത്തിന് ഒന്നായി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് കൂടിയാണ് ഈ അധ്യാപകർ ഇവിടെ നിൽക്കുന്നത്. അത് തന്നെയല്ലേ സാർ? അതായത് ഒരു നാടിൻ്റെ അതിജീവനത്തിന് എല്ലാവരും അവരാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു. അത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലും നിങ്ങളുടെ ഈ സ്റ്റാഫ് റൂമിലും കാണാൻ വേണ്ടി കഴിയുന്നു. ഇപ്പോഴും ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് പേര് ഇവിടെ വന്നിരുന്നു. ചില 1-2 കുട്ടികൾ കാണുന്നില്ല, അവരിവിടെ ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ തന്നെ മറ്റുള്ള ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ വിളിച്ചു ചോദിക്കുകയും എന്നാൽ നിർഭാഗ്യവശാൽ അവിടെ ഇല്ല എന്ന് മറുപടി കൊടുക്കേണ്ടി വരികയും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവിടുത്തെ മുമ്പ് പുത്തുമല ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാ നാട്ടുകാരോടൊപ്പം തന്നെ ചേർന്ന് അധ്യാപകർ ഈ സ്കൂളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. മാറി മാറി അധ്യാപകർ ഈ ഓരോ ചുമതലകളും ഏറ്റെടുത്തുകൊണ്ട് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഈ നാടിനൊപ്പം ഞങ്ങളും ചേരുകയാണ്. ഈ പുത്തുമല ദുരന്തമുണ്ടായ ഒരു അനുഭവവും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ദുരന്തത്തിൻ്റെ അനുഭവം തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇത് ഒരു മഹാദുരന്തം എന്ന് പറയുന്ന പോലെ ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒന്നും പ്രതീക്ഷക്കപ്പുറത്തുള്ള ഒരു വലിയൊരു അപകടമാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി 2:30 ആയപ്പോഴാണ്, ഏകദേശം 24 മണിക്കൂർ പിന്നിടുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ഒരു അധ്യാപന ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഒരു നിലവിളിയാണ് വരുന്നത്. അത് ആ ക്ലാസ്സിലെ കുട്ടിയുടെ അമ്മയുടെ നിലവിളിയാണ്. പെട്ടെന്ന് തന്നെ അധ്യാപകൻ ഞങ്ങളെ വിളിക്കുകയും റജി മാഷിൻ്റെ ഇതിലേക്കാണ് വന്നത്. ദിലീപ് സാറെ വിളിക്കുകയും പരസ്പരം വിളിക്കുകയും ഞങ്ങളവരെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ആ കരച്ചിൽ ഇപ്പോഴും ഞങ്ങളുടെ ചെവിയിലുണ്ട്. പക്ഷേ ആ കുടുംബത്തിൽ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ കുട്ടിയുടെ അച്ഛൻ മരണപ്പെട്ടു എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്കൂളിലുള്ള കുട്ടികൾക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടതുണ്ട്, അവരുടെ ബന്ധുക്കൾ നഷ്ടപ്പെട്ടവരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഞങ്ങളെ ആകെ അത്രയേറെ പ്രയാസത്തിലാക്കിയിരിക്കുകയാണ്. സ്കൂളിലെ കുട്ടികൾക്കാർക്കും അങ്ങനെ വേറെ അപകടങ്ങളൊന്നും ഈ സ്കൂളിലെ കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ അപകടം ഉണ്ടായിട്ടില്ല.
പക്ഷെ അവരുടെ ബന്ധുക്കളായിട്ടുള്ളവർ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്ന് ഇവിടെ DD സന്ദർശിച്ചപ്പോൾ ചില കുട്ടികൾ പറഞ്ഞത് എൻ്റെ വീട് പോയി എന്നല്ല, ഞങ്ങളുടെ പുസ്തകം പോയി എന്നാണ്. അപ്പോൾ അവരെത്രമാത്രം അവരെ അതുകൂടെ കണ്ടുകൊണ്ട് നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ക്യാമ്പുകളിലൊക്കെ ഞാനും കുറേ കുട്ടികളൊക്കെ കണ്ടു. അവർക്ക് എന്താണ് നടന്നതെന്ന് പോലും അറിയാൻ വേണ്ടി അവരൊന്നും അതിൻ്റെ ഒരു ഗൗരവം, അല്ലെങ്കിൽ അവരിതൊക്കെ കാണുന്നുണ്ട്, അവരതിൻ്റെ ഒരു ഞെട്ടൽ മാറിയിട്ടുമില്ല. പക്ഷേ ആരൊക്കെ നഷ്ടപ്പെട്ടു, നമ്മുടെ ഇന്നലെ വരെ കണ്ടവരൊക്കെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയാതെ അവരൊക്കെ അത്ര ഒരു ഗൗരവത്തോടു കൂടി മരണത്തെയൊന്നും അവർ അത്രയും ഗൗരവത്തിലോടും ഒന്നും കാണുന്നവരല്ലോ. കുഞ്ഞു കുട്ടികൾ പോലും വളരെ നിഷ്കളങ്കമായി ഇപ്പോഴും സംസാരിക്കുക. പക്ഷെ അവർക്കെല്ലാം അതിൻ്റെ ഒരു ഞെട്ടലും ആ ഒരു നടന്ന ഒരു സംഭവത്തിൻ്റെ ഭീകരതയൊക്കെ അവിടെ മനസ്സിലുണ്ട്. പക്ഷേ മരണത്തിൻ്റെയോ ഇത്രയും വലിയൊരു അപകടമാണ് നടന്നതിൻ്റെ ഗൗരവം അവരുടെ മുഖത്തൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അധ്യാപകരെന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ കുട്ടികളെയൊക്കെ ഒന്നും മാനസികമായി ഒന്ന് സഹായിക്കാനൊക്കെ വലിയ കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്ന് ഇവിടുത്തെ ടീച്ചേഴ്സ് എത്തിയ പാടെ ക്യാമ്പ് നടക്കുന്ന റൂമുകളിലേക്കാണ് പോയത്. പ്രത്യേകിച്ച് ലേഡി ടീച്ചർമാർ സംസാരിച്ചത് കുട്ടികളോടും അവരുടെ അമ്മമാരോടുമാണ്. കാരണം അവർ മാനസികമായി ഏറെ തകർന്നിരിക്കുന്നവരാണ്. ചിലപ്പോൾ പുറത്ത് നമുക്കത് കാണാൻ കഴിയില്ല, പക്ഷേ ഉള്ളിലൊരു വലിയ ഉരുൾപൊട്ടൽ അവർക്ക് നടക്കുന്നുണ്ട്. ഇവിടുത്തെ മുഴുവൻ അധ്യാപകരും എല്ലാ ക്യാമ്പ് നടക്കുന്ന റൂമുകളിലും കയറി ഇറങ്ങി അവരോട് സ്നേഹാന്വേഷണം നടത്തി കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അവർക്ക് കുറേ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് വലിയൊരു ആശ്വാസവും തോന്നിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് ഇവിടെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും, അധ്യാപകരെന്ന് മാത്രമല്ല എല്ലാ തരത്തിലുള്ള വിഭാഗത്തിലുള്ള ആളുകളും ഓടിയെത്തുകയാണ്. അപ്പോൾ ഈ ഒരു സ്നേഹം എന്ന് പറയുന്നത് ഈ നാട് നമ്മുടെ നാടിൻ്റെ മാത്രം സ്നേഹമാണ് എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യവുമുണ്ട്. കുഞ്ഞു കുട്ടികൾ പോലും വലിയ തോതിൽ അവർക്കൊന്നും ഇതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ മരണം എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്ത കുഞ്ഞു കുട്ടികൾ, ഏകദേശം ഒരു 4 വയസ്സ് 5 വയസ്സൊക്കെയുള്ള കുട്ടികളോടൊക്കെ നമ്മൾ നേരത്തെ ഒരു സോമൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ, അതായത് കഴിഞ്ഞ ദിവസം ഈ ഉരുൾപൊട്ടൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു സോമൻ ചേട്ടൻ, അവരുടെ മകൻ്റെ മകൻ, അവരെ അവിടെ ഇരുത്തിക്കൊണ്ട് സുജിയെ നേരത്തെ സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട്. അപ്പോൾ ആ കുട്ടിയൊന്നും ഇതിൻ്റെ ഭീകരത എത്രത്തോളമാണ് എന്ന് അറിയില്ല. പക്ഷേ ആ കുട്ടിയൊക്കെ വെള്ളം പൊട്ടി വരുന്നത് കണ്ടില്ലേ മോനെ എന്ന് ചോദിച്ചപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട്, കണ്ടിരുന്നു, ഇത് അച്ഛൻ അപ്പോൾ എന്നെ എടുത്ത് ഓടുകയാണ് ചെയ്തതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളായിട്ടുള്ള ഒരുപാട് പേർ വലിയ തോതിലുള്ള ഒരു അവർക്കൊക്കെ അത്രയും വേദനയാണ്.